അതിൻ്റേതായ ഒരു അനുഭവവശങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ മാമനോട് അവസാനം ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു, മാമനും കുടുംബവും മക്കളും ഒക്കെ എക്കാലവും ഈ ഒരു എന്താണ് ആ വിനയത്തോടെ ഇതിന് നമുക്ക് മാതൃകാപരമായി എക്കാലവും ഇതിനോടൊപ്പം ഉണ്ടാകണം. അപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഇല്ല, നവരത്ന ഖചിത ശോഭയിൽ ഈ കുടുംബം അറിയപ്പെടും, ഈ പാരമ്പര്യമൊക്കെ അറിയപ്പെടും പിൽക്കാലത്ത്. പക്ഷെ മാമൻ നമ്മുടെ ഭാഗത്തു നിന്ന് അത് വന്നു. അപ്പം മാമൻ തന്നെ തിരിച്ചെന്നോട് പറഞ്ഞു, നമ്മുടെ ഭാഗത്തു നിന്ന് അത് വന്നുകൂടാ, അത് മറ്റുള്ളവർ നമ്മളെ ആ രീതിയിൽ കാണുമ്പോഴാണ് എന്നൊക്കെ ഞാനും മാമനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തത, അദ്ദേഹത്തിന് ഈ പ്രായത്തിലും ആ അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ ഒരു ക്ലാരിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമയും എൻ്റെ എല്ലാ വിഷമങ്ങളും പോയി. എൻ്റെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എല്ലാത്തിലുള്ള ഒരു സംശയങ്ങളും വിഷമങ്ങളും എല്ലാം മാറി. യാദൃച്ഛികമായിട്ട്, കാരണം നമ്മൾ ഇങ്ങനെ ഒരു സംസാരിച്ച ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അപ്പം നമ്മുടെ ആ ഒരു വിഷമങ്ങളൊക്കെ മാറി. മാമനോട് എനിക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ കുടുംബാംഗം എന്ന് പറഞ്ഞ ചാനലിൽ സംസാരിക്കുന്ന വ്യക്തിയെ ഞാൻ പറഞ്ഞു, ഞാൻ പച്ചക്കറി സ്റ്റോളിൽ വെച്ച് ആദ്യമായിട്ട് അടുത്ത് കാണുമ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്തു തുടങ്ങിയിരുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തെ കണ്ടപ്പോഴും ഗുരുവിൻ്റെ ആ ഒരു കുടുംബാംഗം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിൽ ഹൃദയത്തിൽ വളരെയധികം ബഹുമാനത്തോടെ സ്നേഹാദരവോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിന്നുപോയി. കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല ആ സാഹചര്യത്തിൽ. അപ്പോൾ അതാണ് അദ്ദേഹം ഒരു കള്ളക്കഥയും പറഞ്ഞ് എൻ്റെ പേരിൽ ഞാൻ ചെന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. എന്തൊക്കെ കള്ളക്കഥ, കള്ളം പറഞ്ഞു കളഞ്ഞു. അപ്പോൾ പക്ഷെ നമ്മൾ സത്യത്തിൽ റിയൽ ആയിട്ടുള്ള ഒരു ബഹുമാനത്തിലാണ് നോക്കിയത്. അപ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കുന്നു, ഇപ്പോൾ ഈ മനുഷ്യൻ നേരെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ആരായിട്ട് എന്തായിട്ട് എത്ര നല്ല പൊസിഷനിലും നല്ല രീതിയിലും ഒക്കെ നിൽക്കേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ അധികാര രംഗത്തൊക്കെയുള്ള ചില വ്യക്തികളുടെയൊക്കെ പെരുമാറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മിക്കവാറും നമുക്കെല്ലാം പൊതുവെ അധികാര രംഗത്തുള്ള വ്യക്തികളെ, അത് നമ്മുടെ ആശ്രമത്തിലെന്നല്ല ലോകത്തിൽ എവിടെ ആയാലും പൊതുവെ എല്ലാവർക്കും ചില പരാതികൾ ഉണ്ടാവും. കാര്യം അധികാര രംഗം അങ്ങനെയാണ്. ആ വ്യക്തികളുടെ കുഴപ്പമല്ല അത്. കാര്യം ആ രംഗത്ത് ഇങ്ങനെ വരുമ്പോൾ ആ പ്രജാ സ്വഭാവത്തിലുള്ളവർക്കും അധികാര രംഗത്തുള്ളവർക്കും തമ്മിലൊരു മാനസികമായിട്ടൊരു പൊരുത്തക്കേടുണ്ട്. അപ്പോൾ അതിനെ പൊരുത്തപ്പെടുത്തി എടുക്കാൻ വളരെയധികം ഹാർഡ് വർക്ക് രണ്ട് തലത്തു നിന്നും വരണം. ഇപ്പം നമ്മുടെ തന്നെ രാജ്യ സ്വഭാവത്തിലായാലും ലോക സ്വഭാവത്തിലായാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു പൊരുത്തക്കേടുണ്ട്. അത് ഇവിടെ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഗുരു ശരീരത്തിലുള്ള കാലഘട്ടത്തിൽ തന്നെ ഗുരു ഓരോരുത്തരെയും ഭരണതലത്തിൽ വെക്കുമ്പോൾ അന്നത്തെ സൊസൈറ്റിക്ക് അവരുടേതും ഇഷ്ടമല്ലായിരുന്നു.